ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജുവ ഫുഡ് ചോയ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ളൊരു ഷാർജ മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം. ചക്കക്കുരു മിൽക്ക് ഷേക്കിന് ആവശ്യമായ ചക്കക്കുരു നല്ലതുപോലെ വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഒരു 3 കപ്പ് ചക്കക്കുരുവാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അടുത്തതിനാവശ്യമായ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പഞ്ചസാരയാണ്. 1 കപ്പ് പഞ്ചസാര പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ ആവശ്യാനുസരണം മധുരം കൂട്ടുകയോ കുറയ്ക്കുകയോ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. ഇനി ഇതിനാവശ്യമായിട്ട് വരുന്നത് ഏലക്കയാണ്. ഒരു 6-7 ഏലക്ക നന്നായിട്ട് പൊടിച്ച് വെച്ചതാണ്. അടുത്ത് നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്നത് ബൂസ്റ്റാണ്. ഞാനിപ്പോൾ 5 രൂപയുടെ 2 പാക്കറ്റ് ബൂസ്റ്റാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് പാലാണ്. 500 മില്ലി പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് ആണ് നമുക്കിത് ചക്കക്കുരു മിൽക്ക് ഷേക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ജാറിൽ ഞാനിപ്പോൾ ചക്കക്കുരു ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടാം, എത്ര വേണമെങ്കിലും കൂട്ടാം. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി അടുത്തതായി പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയാണ്. ഏലക്ക ഞാനിപ്പോൾ ഒരു ചെറിയൊരു കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്താണ് ഞാൻ പൊടിച്ചിരിക്കുന്നത്. ഇനി അടുത്തതായി വേണ്ടി വരുന്നത് ബൂസ്റ്റാണ്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിന് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന പാല് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ ചക്കക്കുരു മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ചക്കക്കുരു കൊണ്ടുള്ള ഷാർജ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയും സിമ്പിളുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നതുവരെ ബൈ ബൈ.